അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ പലരും പ്രതിഷേധിച്ചുകൊണ്ട് ഇലക്ഷനിൽ മത്സരിക്കും. അപ്പോഴൊക്കെ മാറി നിൽക്കുന്ന ഒരു വിഭാഗമാണ് കലാ സാംസ്കാരിക രംഗത്തുള്ളവർ, സിനിമാക്കാരുമൊക്കെ. സിനിമ വ്യവസായക്കാരൊന്നും അങ്ങനെ നിൽക്കാറില്ല. എന്നാൽ സജി ചെറിയാന് 8ൻ്റെ പണി കൊടുക്കാൻ ചെങ്ങന്നൂരിൽ, അല്ലെങ്കിലും കുന്തവും കുടച്ചക്രമൊക്കെ ആയിട്ട് വലിയ നാവിന് പിഴയായിട്ട് സജി ചെറിയാൻ നിൽക്കുകയാണ്. അവിടെ സിനിമാ വ്യവസായത്തിലുള്ള ആളുകളും സാംസ്കാരിക പ്രവർത്തകരും കലാപ്രവർത്തകരും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഓടി നടക്കുകയാണ്. ഇനി രമേഷ് പിഷാരടിയോ ധർമ്മജൻ മോൾക്കാട്ടി നേരത്തെ മത്സരിച്ചു, അതുപോലുള്ള ആരെങ്കിലും മത്സരിക്കുമോ? എന്തായാലും സിനിമാ മേഖലയ്ക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാംസ്കാരിക മന്ത്രിക്കെതിരെ കൃത്യമായൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഓട്ടത്തിലാണ് സിനിമാ വ്യവസായ രംഗത്തുള്ളവർ. അവർ ചർച്ചകൾ ആരംഭിച്ചു. 3 വർഷം മുമ്പ് സമർപ്പിച്ച നിവേദനങ്ങളിലെ ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകത്തിൽ പ്രതിഷേധിച്ചാണ് സിനിമയുടെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാനെതിരെ ജനുവരി 14-ന് ഫിലിം ചേംബർ ചർച്ച നടത്തിയെങ്കിലും, സജി ചെറിയാനുമായി ജനുവരി 14-ന് ചർച്ച നടത്തിയെങ്കിലും പക്ഷേ ഒരു ഉത്തരവും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധം അറിയിക്കാനാണ് മന്ത്രിക്കെതിരെ മത്സരിക്കുന്നതെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫുയോക്കുവിൻ്റെ പ്രസിഡന്റ് കെ വിജയകുമാർ കേരള കൗമുദിയോട് പറഞ്ഞു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പത്രത്തോട് പറഞ്ഞൊരു വാർത്തയാണ്. തിയേറ്ററുകളുടെ സംഘടനയുടെ നിർദ്ദേശം ഫിലിം ചേംബർ ഭാരവാഹികളും അറിയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. താരസംഘടനയായ അമ്മ, സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക എന്നിവരുമായി ചർച്ച നടത്തും. പൊതു സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് ശ്രമം. പ്രതിസന്ധി നേരിടുന്ന സിനിമാ മേഖലയോടുള്ള സർക്കാരിൻ്റെ സമീപനം കണ്ടില്ല എന്നടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സജി ചെറിയാനെതിരെ ശക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സിനിമാ മേഖലക്ക്. അപ്പോൾ സിനിമാ മേഖല സ്ഥാനാർത്ഥിയെ നിർത്തിയാലുള്ളൊരു ഗുണം, അവർ കാശൊക്കെ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നവരാണ്. അത് വലിയ പണി, 8ൻ്റെ പണി കിട്ടുമോ? ചെങ്ങന്നൂരിൽ സജി ചെറിയാനും കോൺഗ്രസിൻ്റെ വിഷ്ണുനാഥ് അവിടെയല്ല, കുണ്ടറയാണ് മത്സരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥി വേണം. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ നേരത്തെ പിന്നെ നമ്മുടെ സന്ദീപ് വചസ്പതി മത്സരിച്ചതിന്, സന്ദീപ് വചസ്പതിയാണോ എന്നറിയില്ല, അദ്ദേഹം ചെങ്ങന്നൂരുണ്ട്, പല പരിപാടികളുമായിട്ട് ചെങ്ങന്നൂരുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വലിയ മത്സരമായിരിക്കും ചെങ്ങന്നൂരിൽ വരാൻ സാധ്യത. സജി ചെറിയാൻ 8ൻ്റെ പണി കിട്ടുമോ എന്ന് നമുക്കറിയില്ല. പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി അവർ സിനിമാ വ്യവസായക്കാർ മുന്നോട്ട് വെക്കുന്നത് വിനോദ നികുതി ഇളവ് ചെയ്യുക, ഇരട്ട നികുതി ഒഴിവാക്കുക, തിയേറ്ററുകൾക്ക് വൈദ്യുതി നിരക്ക് ഇളവ് നൽകുക, കെട്ടിട നികുതിയിൽ ഇളവ് കൊടുക്കുക, നിർമ്മാതാക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കുക, വ്യാജ പകർപ്പ് തടയാൻ നടപടി സ്വീകരിക്കുക. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് സിനിമാ വ്യവസായക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്.